ഹായ് ഓൾ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോണ്ടാവുന്ന അഡോപ്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് വരുന്നൊരു ഇഷ്യൂ ആണ്. പല സ്ഥലങ്ങളിലും നമുക്കൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഒരു ഇൻറ്റേർണൽ ആബ്സെൻസ് ഓഫ് എ ക്യാപ്റ്റൻ ഉണ്ടാകത്തില്ല. ഒരു ഈഗിൾ വ്യൂവിൽ നമ്മളെ ഡയറക്റ്റ് ചെയ്യാനോ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യാനോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ പലപ്പോഴും പല ക്ലയൻസിൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമ്മളതിനെ എന്താ പറയുക നമ്മളതിനെ ഇത് ചെയ്ത് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കാണിക്കുന്നില്ല. പക്ഷേ ഇത് ശരിക്കൊരു അസുഖം ബാധിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന പോലെയാണ്. അതിൽ ആ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പറയുക പേഷ്യൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ഇൻവോൾവ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് 30-40% നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എഫേർട്ട് വരുന്നത് അതിൻ്റെ അഡോപ്ഷൻ സമയത്താണ്. അഡോപ്ഷൻ, യൂസർ അക്സെപ്റ്റൻസും അതിൻ്റെ ഒപ്റ്റിമൈസേഷനും അതിന് ഇൻവോൾവ്മെൻറ്റില്ല. അപ്പം ആ ടൈമിൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ, അതിൻ്റെ യൂസേഴ്സിന് ഒരു പുഷ്, ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാവുന്ന പുഷ്, അതിന് കിട്ടുന്ന ഡയറക്ഷൻസ്, പ്രോസസ്സിൽ വരുന്ന ചേഞ്ചസ് പലപ്പോഴും അവർ ചെയ്തു തന്ന രീതി ഫോഴ്സ്ഫുള്ളി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ കുറേ വാലിഡേഷൻസും കാര്യം എക്സിസ്റ്റിംഗ് ഫ്ലോ ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടാവുക കുറച്ച് ടോപ്പ് ലെവലിൽ നിന്ന് ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ എംപ്ലോയീസും ടീംസൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നത് ആ കാര്യം ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും. പക്ഷെ അത് മുമ്പേ അതിൻ്റെ ഓണേഴ്സോ ടോപ്പ് മാനേജ്മെൻറ്റൊക്കെ ഡിസൈഡ് ചെയ്തായിരിക്കും അന്നത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ അതിനെ ഫോളോ ചെയ്യണമെങ്കിൽ ഇതാണ് പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ പ്രോസസ്സ് ചേഞ്ച് ചെയ്യുമ്പം അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പല പ്രൊസീജിയറും ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആ പ്രൊസീജിയർ ചേഞ്ച് ചെയ്യാനുള്ള കൺഫർമേഷനും ഒരു തീരുമാനങ്ങളൊന്നും ഗ്രൗണ്ട് ലെവലിൽ എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു ഈഗിൾ വ്യൂ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റെന്നോ അതിൻ്റെ നല്ല കൺട്രോളുള്ളൊരു സൈഡിൽ നിന്ന് ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ചിട്ട് മേ ബി ഓണറായിരിക്കാം അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കാം. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. എന്നാൽ മാത്രം നിങ്ങൾക്ക് വരാൻ പോകുന്ന ട്രാൻസ്ഫോംഡ് ടെക്നോളജി എൻവയോൺമെൻറ്റിൽ നിങ്ങൾക്ക് കൺട്രോളും അതിൻ്റെ എഫിഷ്യൻസിയും കൂട്ടാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ നിങ്ങളൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഒരു ബഡ്ജറ്റിനേക്കാൾ ഫൈനാൻഷ്യൽ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ നിങ്ങൾ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.